അങ്ങോട്ടിരിക്കാം. ഇനി രാത്രിയിൽ വരേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. രഘുവിന് എത്ര പേടിയാണോ? പറഞ്ഞ കേട്ട വെച്ച് നോക്കുമ്പോ അമ്പിളിച്ചേച്ചിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട ആരായാലും പേടിച്ചു പോകും. പിന്നെ എനിക്കാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതെങ്കിൽ ഇന്ദ്രേട്ടൻ പേടിക്കില്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞല്ലായിരുന്നു. ഡോക്ടർ എന്ത് പറയുന്നു നോക്കിയിട്ട് രഘു നമ്മളെ വിളിച്ചാൽ മതിയായിരുന്നു എന്നാ. ഹോസ്പിറ്റലിലായതുകൊണ്ട് വേറൊന്നും പേടിക്കാനില്ലല്ലോ. അത് ശരിയാ ഇന്ദ്രേട്ടൻ പറഞ്ഞത്. പക്ഷെ അച്ഛനും കൂടെ ICUയിൽ കിടക്കുന്നോണ്ട് രഘുവേട്ടൻ ടെൻഷനായി പോയതാവും. ചേച്ചിക്കാണെങ്കിൽ ആ സമയത്ത് ഒരു ബോധം ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോഴും മയക്കം ശരിക്ക് തെളിഞ്ഞിട്ടില്ല. അച്ഛനെങ്ങനെ സംഭവിച്ചല്ലേ? അമ്പിളിക്ക് നല്ല കുറ്റബോധമുണ്ട്. ഞാൻ കാരണമാണ് അച്ഛനിങ്ങനെ സംഭവിച്ചതെന്ന് അവള് പറയുകയും ചെയ്തല്ലോ. സത്യത്തില് അവിടെ എന്താണ് സംഭവിച്ചത്? അത് അല്ല, ഞാൻ അറിയാൻ പാടില്ലാത്താണെങ്കിൽ പറയണ്ട. അറിയാൻ പാടില്ലാത്ത ഒന്നുമില്ല ഇന്ദ്രേട്ടാ. അമ്പിളി ചേച്ചി അച്ഛനോട് പറഞ്ഞതിലൊന്നും ഒരു കഴമ്പുമില്ല, അതുകൊണ്ടാ. കഴമ്പില്ലാത്ത കാര്യം പറഞ്ഞ അച്ഛന് നെഞ്ചുവേന വരുമോ? ഇന്ദ്രേട്ടാ, എന്താ ഉണ്ടായെന്ന് ഞാൻ പറയാം. എത്ര മറച്ചു വെച്ചാലും അച്ഛൻ എന്നോടുള്ള അനിഷ്ടം എനിക്ക് മനസ്സിലാവും. അച്ഛൻ ഏറ്റവും ഇഷ്ടം അച്ഛനെ കണ്ണീര് കുടിപ്പിച്ച ആ ബാക്കി 3 മക്കളോടുവാ. നീ നിന്നെ സ്വയം ന്യായീകരിക്കുന്നതിനിടയില് എന്റെ ബാക്കിയുള്ള മക്കളെ കുറ്റപ്പെടുത്തരുത്. അവരെന്ത് പേരുദോഷം എനിക്ക് ഉണ്ടാക്കിയത് അമ്പിളി. എന്നാലേ എന്റെ അച്ഛനൊരു കാര്യം കേട്ടോ. അച്ഛന്റെ ഇളയ മക്കളെ കുറിച്ച് അച്ഛൻ അറിയാത്ത പല കാര്യങ്ങളും എനിക്കറിയാം. പല കാര്യങ്ങളും. ഫ്ലാസ്കില് ചായ നിങ്ങളിത് കുടിച്ചു കഴിയുമ്പോഴേക്ക് എടുത്തു വെക്കാം. പിന്നെ നിങ്ങൾക്ക് കഴിക്കാൻ വല്ലതും വേണോ? ഇന്ദ്രേട്ടന് വല്ലതും വേണോ? എനിക്ക് വേണ്ട. ഓക്കെ. ആ ചേച്ചി, പാഴ്സൽ വേണം. ഞാൻ ഓ ശരി, ഓക്കെ. ചേച്ചിയുടെ സ്വഭാവം അറിയാലോ. പറഞ്ഞ് ജയിക്കാൻ വേണ്ടി എന്തു ചെയ്യും. എന്നാലും അനിയത്തിമാരെ കുറിച്ച് ഇല്ലാത്തത് പറയാൻ പാടില്ലായിരുന്നു. അമ്പിളി പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോന്നുള്ള ടെൻഷൻ കൊണ്ടായിരിക്കും അച്ഛൻ ഷോക്ക്ഡായത്. അതുകൊണ്ടാണ് ചേച്ചിക്ക് അത്രയധികം കുറ്റബോധം. പിന്നെ ഇത് രഘുവേട്ടൻ അറിഞ്ഞ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ള പേടിയും ചേച്ചിക്കുണ്ടായിരുന്നു. ആ, ഇനി എന്തായാലും ഇതേപ്പറ്റി അവൻ അറിയണ്ട. അല്ല, നമ്മുടെ അടുത്ത പരിപാടി എന്താ? നമ്മൾ രണ്ടുപേരും ഹോസ്പിറ്റലിൽ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നീ വീട്ടിൽ പോയി മക്കളെ നഴ്സറി വിടാൻ നോക്ക്. ഞാനും രഘു കൂടെ ഉണ്ടല്ലോ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ദാസങ്ങളും വരും. അയ്യോ, ഞാൻ പോയാൽ ശരിയാവില്ല ഇന്ദ്രേട്ടാ. അമ്പിളി ചേച്ചിയുടെ അടുത്ത് ഞാൻ വേണം. അല്ല, ഇന്ദ്രേട്ടൻ പോയിക്കോ. ഭാനുമ്മ അവിടെ ഉണ്ടല്ലോ. കുട്ടികളെ പറ്റിയ നഴ്സറിയിൽ വിട്ടാ മതി. 2 ദിവസം അവർ പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ശരി, നോക്കട്ടെ. എനിക്കൊന്ന് ഷോപ്പിലും പോയി നോക്കണം. ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ വിളിച്ചാൽ മതി, ഞാൻ വന്നോളാം. കോഫി കുടിക്ക്. പിന്നെ രഘുവേട്ടനെ ഒന്ന് കണ്ടിട്ട് പോയാ മതി. അവിടെ വെച്ചേക്ക്. അല്ലെങ്കിൽ വേണ്ട, അത് അവിടെ തന്നെ കൊണ്ടുപോയി വെക്കേ.
എന്നിട്ട് ഈ ചിട്ടി എടുത്ത് ഇങ്ങോട്ട് വെക്ക്. വേഗം ആവട്ടെ. അല്ലേ എന്ത് ജോലിയും ചെയ്യാമെന്നല്ലേ പറഞ്ഞത്? എല്ലും മുറിയ പണിയെടുത്താലേ ഇവിടെ ജീവിക്കാൻ പറ്റൂ. ദേ വയ്യെങ്കി വേറെ എങ്ങോട്ടാണെന്ന് വെച്ചാ പൊയ്ക്കോ. എന്ത് ജോലിയും ചെയ്യാൻ ഞാൻ തയ്യാറാ. പക്ഷെ ആവശ്യമില്ലാത്ത ജോലി ചെയ്യിക്കുന്നതിനാ. അതെ, എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്യിക്കും. ഞാൻ പറഞ്ഞത് അനുസരിച്ചാ മാത്രം മതി. അതെടുത്ത് അവിടെ കൊണ്ട് വെക്ക്. ഇതെടുത്ത് ഇങ്ങോട്ട് വെക്ക്. അമ്മേ, അമ്മ ഇവിടുന്ന് സൂപ്പർവിഷൻ നടത്താതെ ഇങ്ങോട്ട് വരുന്നുണ്ടോ? നിനക്ക് എന്താടി വേണ്ടത്? ശ്യാമമോൾക്ക് എന്തോ വയ്യായിക പോലെ ഉണ്ട്. ഒന്നെങ്കിൽ അമ്മ അവളെ നോക്കണം, അല്ലെങ്കിൽ അടുക്കള കാര്യങ്ങൾ ചെയ്യണം. ഓ എനിക്കും സത്യേന്റെ ശ്യാമേട്ടൻ നടത്തം കഴിഞ്ഞു വന്നിരിക്കുക. അവർക്ക് ചായ കൊടുക്കണ്ടേ? ഇതിനാണോ നീ ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നത്? എടി നീ നിന്റെ കുഞ്ഞിന്റെ അടുത്തേക്ക് പോ. സ്വന്തമായിട്ടൊരു ചായ ഇട്ട് കുടിച്ചാലേ നിന്റെ ഭർത്താവിന്റെ ഏട്ടനെ കയ്യിലെ വളയൊന്നും ഊരി പോവില്ല. ഇവിടെ ഒരുത്തൻ ചുമ്മാ ഇരുന്ന് തിന്ന് തടി വെക്കുക. അയാളെ കൊണ്ട് ഇതൊക്കെ മാറ്റി വെപ്പിച്ചിട്ടേ ഞാൻ അങ്ങോട്ട് വരൂ.